പ്രൈസ് ദ ലോർഡ്. കർത്താവായ യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ ക്രിസ്തീയ വന്ദനം. ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി 1000 നന്ദി യേശു രാജാവിന് അർപ്പിക്കുക. ഓരോ ദിവസവുമുള്ള ദൈവിക സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറെ അനുഗ്രഹമാകട്ടെ എന്ന് ക്രിസ്തുവിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞുപോയ നാളുകളിൽ ദൈവത്തിൻ്റെ അളവറ്റ സ്നേഹം തിരിച്ചറിഞ്ഞ് ആത്മാവിൽ പോരാടി വിശുദ്ധിയോടും വേർപാടോടും കൂടെ ദൈവശക്തിയോടും കൂടെ ജീവിപ്പാൻ ദൈവം നമുക്ക് അവസരങ്ങൾ നൽകി. ഈ യാത്ര ചൂടേറിയതായിരുന്നു, ക്ഷീണിക്കാമായിരുന്നു, തളർന്നു പോകാമായിരുന്നു. പക്ഷെ അവിടെയൊന്നും നമ്മെ കൈവിടാതെ ചേർത്ത് വെച്ച ദൈവത്തിൻ്റെ സ്നേഹം, കരുതൽ എന്നും നമുക്ക് കോട്ടയായി. ഇന്ന് രാവിലെയും അത് രുചിച്ചറിയുവാൻ ദൈവം നമുക്ക് അവസരം തരുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ദൈവസന്നിധിയിൽ ഷെയർ ചെയ്യാനും കർത്താവ് എനിക്ക് അവസരം നൽകി. 100 കണക്കിന് ആളുകളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കർത്താവിൻ്റെ പക്കൽ വയ്ക്കാൻ ഓർത്തപ്പോൾ കർത്താവ് തന്ന സന്തോഷം അത് വലുതാണ്, പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. തീർച്ചയായും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങളുടെ സ്ഥിതികൾക്ക് ദൈവം വ്യത്യാസം വരുത്തും. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവം മാനിക്കും. നിങ്ങളുടെ കൊച്ചുമക്കളുടെ വിവാഹം നടക്കും, ജോലി സഫലമാകും. ഭാരപ്പെടേണ്ട, കർത്താവ് കൂടെയുണ്ട്. ഇന്ന് ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധ ആത്മാവ് എൻ്റെ പക്കൽ നൽകപ്പെട്ടിരിക്കുന്ന വേദവാക്യം 34-ാം സങ്കീർത്തനം, അതിൻ്റെ 6-ാമത്തെ വാക്യമാണ്. വാക്യം ഇങ്ങനെയാണ്: ഈ എളിയവർ നിലവിളിച്ചു, യഹോവ കേട്ടു, അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. അനുഗ്രഹിക്കപ്പെട്ട നല്ല വേദവാക്യത്തിനായി ഞാൻ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുകയാണ്. ഓരോ ദിവസവുമുള്ള ദൈവിക ദൂതുകളാണ് കർത്താവ് എന്നോട് സംസാരിക്കുന്നതാണ് ഞാൻ നിങ്ങൾക്ക് കൈമാറുന്നത്. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവാകുന്നു എന്ന് കേൾക്കുമ്പോൾ, നിങ്ങളെ ആശ്വസിപ്പിക്കുന്നു എന്നറിയുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. ഇന്ന് നമ്മളെ ആശ്വസിപ്പിക്കാൻ, നമ്മളെ ബലപ്പെടുത്താൻ, നമ്മളെ ക്രിസ്തീയ ജീവിതത്തിൽ ഉറപ്പും ധൈര്യവും നൽകാൻ പരിശുദ്ധ ആത്മാവ് നൽകിയ വാക്യം 34-ാം സങ്കീർത്തനത്തിൻ്റെ 6-ാം വാക്യത്തിൽ നിന്നാണ്. ആ വാക്യത്തിൽ ഇങ്ങനെയാണ് അതിൻ്റെ ബി പാർട്ട് എഴുതിയിരിക്കുന്നത്: അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. കഷ്ടങ്ങളിൽ നിന്ന് രക്ഷിക്കുന്ന ഒരു ദൈവം. ഇവിടെ ദാവീദ് ഒരു ദൈവത്തെയാണ് പാടുന്നത്, ദൈവത്തെയാണ് ഉയർത്തുന്നത്. ഇതൊരു സംഗീതമാണ്. 34-ാം സങ്കീർത്തനം ഒരു സംഗീതമാണ്. ഈ സങ്കീർത്തനം, സാധാരണ എല്ലാ സങ്കീർത്തനങ്ങളും, ഒട്ടുമിക്കാലും സങ്കീർത്തനം സംഗീതങ്ങളാണ്, ഗാനങ്ങളാണ്. എന്നാൽ ഈ സംഗീതത്തിന്, ഈ 34-ാമത്തെ സങ്കീർത്തനത്തിന് ഒരു വലിയ പ്രത്യേകതയുണ്ട്. വലിയ കഷ്ടങ്ങളുടെ നടുവിൽ ദാവീദ് പാടിയതാണ്. വലിയ മരണങ്ങൾ തൻ്റെ മുമ്പിൽ വന്നപ്പോൾ, പ്രശ്നങ്ങൾ വന്നപ്പോൾ, പ്രതികൂലങ്ങൾ വന്നപ്പോൾ ദാവീദ് യഹോവയുടെ സന്നിധിയിൽ പാടി ആനന്ദിച്ചതാണ് ഈ സങ്കീർത്തനം. അബിമലേക്കിൻ്റെ മുമ്പിൽ വെച്ച് ബുദ്ധിഭ്രമം നടിക്കുകയും അവിടെ നിന്ന് ആട്ടിപ്പായിക്കുകയും ചെയ്തു ദാവീദിനെ. അബിമലേക്കിൻ്റെ മുമ്പിൽ ബുദ്ധിഭ്രമം നടിച്ച ദാവീദിൻ്റെ ജീവിതത്തിൽ അബിമലേക്കിൻ്റെ ഭാഗത്തു നിന്ന്, അല്ലെങ്കിൽ ആ കൊട്ടാരത്തിൽ നിന്ന് ദാവീദിന് ഒരു വലിയ പ്രതിസന്ധി, അതായത് പ്രാണനെ പോലും നഷ്ടമാകത്തക്ക നിലയിലുള്ളൊരു പ്രതിസന്ധി വരുന്നു എന്ന് ദാവീദ് തിരിച്ചറിഞ്ഞിട്ട് ദാവീദ് അവിടെ ഒരു ബുദ്ധിഭ്രമം കാണിക്കുക, താടി കൂടെയും തൻ്റെ വായിൽ നിന്ന് ഇങ്ങനെ തുപ്പലും പതയൊക്കെ ഒലിപ്പിച്ച് ഭ്രാന്തനെ പോലെ ഭിത്തിയിൽ എഴുതി നിൽക്കുന്ന ഒരു ബുദ്ധിഭ്രമം കാണിക്കുക. ഈ ബുദ്ധിഭ്രമം കാണിച്ചപ്പോൾ അവിടെ ചോദിക്കുക, ഇവിടെ ഭ്രാന്തന്മാരില്ലാഞ്ഞിട്ടാണോ ഇവനെ ഇവിടെ കൊണ്ടുവന്ന എന്ന് പറഞ്ഞ അവിടുന്ന് ദാവീദിനെ ആട്ടിപ്പായിക്കുക. അങ്ങനെ ദാവീദിനെ ആട്ടിപ്പായിക്കാൻ വേണ്ടിയാണ് ദാവീദ് ബുദ്ധിഭ്രമം എന്ത് ചെയ്തത്, കാണിച്ചത്. ദാവീദിന് ബുദ്ധിഭ്രമം ഉണ്ടായിട്ടല്ല, അഭിനയിച്ചു അങ്ങനെ ഉണ്ട് എന്ന്. ദാവീദ് ഭ്രാന്തനാണെന്ന് എന്ത് ചെയ്തു, അഭിനയിച്ചു. ആ അഭിനയം കണ്ടുകൊണ്ട് അവനെ അവിടെ നിന്ന് എന്ത് ചെയ്തു, ഒരു ഭ്രാന്തൻ എന്ന നിലയിൽ അവനെ പുറത്താക്കി.
അവിടെ നിന്ന് അവൻ രക്ഷപ്പെട്ടു ഓടിയപ്പോൾ ആ ഓട്ടത്തിൽ, ആ വലിയ അപകടത്തിൽ നിന്ന്, മരണത്തിൻ്റെ പാശങ്ങളിൽ നിന്ന് ഓടുമ്പോഴുള്ള ഒരു സന്തോഷമുണ്ടല്ലോ, രക്ഷപ്പെടുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ, ആ സന്തോഷത്തിൽ ദാവീദ് ദൈവത്തോട് പാടിയ പാട്ടാണ് 34-ാമത്തെ സങ്കീർത്തനം. ഇവിടെ 34-ാം സങ്കീർത്തനത്തിൽ അതിൻ്റെ മൊത്തം പാട്ടാണെങ്കിലും ഒരു നന്ദി പറച്ചിലാണെങ്കിലും ദാവീദിൻ്റെ ഒരു സ്തുതി ആണെങ്കിലും 6-ാമത്തെ വാക്യത്തിൽ ദാവീദ് പറയുക, ദാവീദ് ആരാകുന്നു എന്ന് പറയുക. അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെ, ഈ എളിയവൻ നിലവിളിച്ചു. അപ്പൊ ദാവീദ് പറയുക, ഞാൻ ആരാ? ഒരു എളിയവൻ. എളിയവൻ എന്ത് ചെയ്തു? നിലവിളിച്ചു. അത് യഹോവ കേട്ടു. അബിമേലെക്ക് കേട്ടെന്നല്ല, പടയാളികൾ കേട്ടെന്നല്ല, ദാവീദിന്റെ ഭാര്യ മീകൾ കേട്ടെന്നല്ല, ദാവീദിന്റെ ചേവകര് കേട്ടെന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്. യഹോവ അത് കേട്ടു. അപ്പോൾ ആരുടെ മുമ്പിലാണ് ദാവീദ് നിലവിളിച്ചത്? യഹോവയുടെ മുമ്പിൽ നിലവിളിച്ചു. നമ്മുടെ ദൈവം നിലവിളി കേൾക്കുന്നവനാണ്. നമ്മുടെ ദൈവം നിലവിളി കേൾക്കുക മാത്രമല്ല, ആ നിലവിളിക്ക് മറുപടി തരും. ഇന്ന് രാവിലെ നിങ്ങൾ ഏത് വിഷയത്തിലാണ് നിലവിളിക്കുന്നത്? ഏത് വിഷയത്തിലാണ് നിങ്ങൾ ഭാരപ്പെടുന്നത്? നിങ്ങൾ എന്തിനാ കരയുന്നത്? ആ കരച്ചിലിന് ദൈവം നിങ്ങൾക്ക് മറുപടി തരും. ഈ ഭൂമിയിലുള്ളവരൊന്നും നിനക്ക് മറുപടി തന്നില്ലെങ്കിലും, ഈ ഭൂമിയിലുള്ളവരൊന്നും നിന്നെ മൈൻഡ് പോലും ചെയ്തില്ലെങ്കിൽ നീ നിരാശപ്പെടരുത്. ദാവീദിനെ പോലെ നീ ഒറ്റപ്പെടേണ്ട അവസ്ഥ കടന്നു വന്നാലും, പ്രാണന് പോലും വില പറയുന്ന ഒരു സാഹചര്യത്തിൽ കൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിലും, മുമ്പിൽ ഒത്തിരി പ്രതിസന്ധികളും വേദനകളും തകർച്ചകളും നിങ്ങൾ കണ്ണാലെ കാണേണ്ടി വന്നാലും, ചവിട്ടിയിരിക്കുന്ന സ്ഥലം താണു പോകുന്നു എന്നൊരു തോന്നൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നാലും, നിങ്ങൾ ആശ്രയിച്ചവർ നിങ്ങളെ കൈവിട്ട് ഓടിപ്പോയാലും, നിങ്ങൾ പ്രതീക്ഷിച്ചവരൊക്കെ നിങ്ങൾക്ക് നാളെ പ്രതീക്ഷയില്ലാതെ പോയാലും, നിങ്ങൾ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നിങ്ങൾ നോക്കണം. ദൈവം നിങ്ങളുടെ കണ്ണുനീരിന് എന്ത് ചെയ്യും? മറുപടി തരും. എളിയവർ നിലവിളിച്ചു. അവിടെ അങ്ങനെ എഴുതിയിരിക്കുന്നത്, ഈ എളിയവൻ നിലവിളിച്ചു. എളിയവന്റെ നിലവിളി കേൾക്കുന്നവനാണ് നമ്മുടെ ദൈവം. ഈ ലോകത്തിൽ നമ്മുടെ നിലവിളി കേൾക്കണമെങ്കിൽ ആ നിലവിളി കേൾക്കുന്ന ആളുമായിട്ട് നമുക്കൊരു ടൈപ്പ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അത്രയും പൊസിഷൻ നമുക്കുണ്ടായിരിക്കണം, അല്ലെങ്കിൽ അത്രയും കുടുംബശ്രേഷ്ഠത നമുക്കുണ്ടായിരിക്കണം, അല്ലെങ്കിൽ അവനെപ്പോലെ നമുക്ക് പണവും നമുക്ക് സ്ഥാനവും മാനവും സൗന്ദര്യവും ഒക്കെ നമുക്ക് വേണം. അല്ലെങ്കിൽ ആരും നമ്മളെ എന്ത് ചെയ്യത്തില്ല? ഈ ഭൂമിയിൽ മൈൻഡ് ചെയ്യത്തില്ല. ഈ ഭൂമിയിൽ പലരും നമ്മളെ മൈൻഡ് ചെയ്യാതിരിക്കുമ്പോൾ, എളിയവൻ എന്ന നിലയിൽ എവിടെങ്കിലും അവഗണിക്കപ്പെടുന്നെങ്കിൽ, നീ ചെറിയവനാണ്, നീ ചെറിയവളാണ്, നിന്നെ എന്തിനു കൊള്ളാം എന്ന് പറഞ്ഞ് നിന്നെ മാറ്റി നിർത്തുകയാണെങ്കിൽ, ആ മാറ്റി നിർത്തലിനകത്ത് ദൈവം നിന്റെ നിലവിളി കേൾക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഇന്ന് രാവിലെ മറക്കരുത്. അപ്പൊ നമ്മുടെ ദൈവം പണക്കാരുടെ നിലവിളി കേൾക്കുന്നു എന്നല്ല, വലിയ സമ്പന്നന്മാരുടെ നിലവിളി കേൾക്കുന്നു എന്നല്ല, വലിയ വാക്കുചാതുര്യവും സൗന്ദര്യവും ഉള്ളവരുടെ നിലവിളി, സ്ഥാനങ്ങളും മാനങ്ങളും കുടുംബ മഹിമകളും ശ്രേഷ്ഠതകളും ഉള്ളവരുടെ നിലവിളി കേൾക്കുന്നു എന്നല്ല വേദപുസ്തകം പഠിപ്പിക്കുന്നത്. നമ്മുടെ ദൈവം എളിയവരുടെ നിലവിളി കേൾക്കും. തിരുവചനത്തിൽ എളിയവരുടെ നിലവിളി കേട്ട ഒത്തിരി സംഭവങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. ഒരിക്കൽ ഏലിയാവ് ചൂരച്ചെടിയുടെ ചുവട്ടിൽ കിടന്നു. ആഗാവ് ഇസബേലും കൂടെ ഏലിയാവിനെതിരെ വെല്ലുവിളി മുഴക്കി. ഇസബേല് പറഞ്ഞു, മരിച്ചുപോയ അല്ലെങ്കിൽ കൊന്നുകളഞ്ഞ ആ പ്രവാചകന്മാർ ഒരുവനായി നിന്നെയും ഞാൻ നാളെ ഈ സമയമാകുമ്പോൾ കൊന്നുകളയൂന്ന് പറഞ്ഞു. ഈ ഏലിയാവ് ഭയന്നു. ഇസബേലിന്റെ നിലവിളിയുടെ മുമ്പിൽ ഏലിയാവ് പേടിച്ചുപോയി. കാക്കയുടെ കൈ കൊടുത്തു വിട്ട അപ്പം തിന്ന ഏലിയാവ്, കെരീത്തിന്റെ തോട്ടിന്റെ കരയിലിരുത്തി ദൈവം സംരക്ഷിച്ച ഏലിയാവ്, ദൈവശബ്ദം കേട്ട് ആഗാവിന്റെ കൊട്ടാരത്തിൽ ചെന്ന് ഞാൻ പറഞ്ഞല്ലാതെ മഞ്ഞും മഴയും പെയ്യില്ല എന്ന് ധൈര്യത്തോടെ മുഖത്തു നോക്കി മനുഷ്യനോട് ദൂത് പറഞ്ഞ ആമൻ ഏലിയാവ് ഇപ്പോൾ സാരാഫത്തിലെ വിധവയുടെ വീട്ടിലെ കുറവ് തീർക്കാൻ ദൈവം ഉപയോഗിച്ച ഏലിയാവ് ഇപ്പൊ എവിടെ കിടക്കുന്നത്? ചൂരച്ചെടിയുടെ ചുവട്ടിൽ കിടക്കുകയാണ്. ചൂരച്ചെടിയുടെ ചുവട്ടിൽ കിടന്നുകൊണ്ട് ഏലിയാവ് പറയുക, മതി ദൈവമേ, എൻ്റെ പിതാക്കന്മാരെക്കാൾ ഞാൻ ഒട്ടും ശ്രേഷ്ഠനൊന്നുമല്ല, അതുകൊണ്ട് നീ എന്നെ അങ്ങ് എടുത്തോണേ എന്ന് പറഞ്ഞ് ഏലിയാവ് കരയുകയാണ്. അവിടെ പറയുന്നൊരു പദം കേൾക്കണം,
എൻ്റെ പിതാക്കന്മാരെക്കാൾ ഞാൻ ശ്രേഷ്ഠനല്ല, എൻ്റെ കുലത്തേക്കാൾ ഞാൻ ശ്രേഷ്ഠനല്ല. അതിനർത്ഥം എന്തുവാ? ഞാനൊരു എളിയവനാണ്. പക്ഷെ ആ എളിയവന്റെ നിലവിളി ദൈവം കേട്ടു. ചൂരച്ചെടിയുടെ ചുവട്ടിൽ അട്ട ചുരുണ്ട് കിടക്കുന്നത് പോലെ ചുരുണ്ട് കിടന്ന മരുഭൂമിയിലെ ചൂരച്ചെടിയുടെ കീഴിൽ കിടക്കുക എന്ന് പറയുന്നത് അത്ര ഈസിയായ കാര്യമല്ല. ചൂരച്ചെടിക്ക് തണ്ടിന്മേലൊരു പൊടിയുണ്ട്. ആ പൊടി ദേഹത്ത് വീണ ചൊറിച്ചിൽ ഉണ്ടാകും. അതിൻ്റെ തണ്ടിന്മേൽ മുള്ളുകളുണ്ട്. ആ മുള്ളുകൾ ശരീരത്ത് കൊണ്ടു കഴിഞ്ഞാൽ ശരീരം മുറിഞ്ഞ് ചോര വാർന്നു. ഈ ഒരു സാഹചര്യത്തിൽ ചൂരച്ചെടിയുടെ ചുവട്ടിക്കിടക്കുക എന്ന് പറയുന്നത് അത്ര ഈസി അല്ല. പക്ഷെ തകർന്നവനായി ജീവിതം മതി എന്ന് പറഞ്ഞ് ഇസബേലിന്റെ വാളിന്റെ വാൽത്തലയിൽ വീഴുന്നതിനേക്കാൾ നല്ലത് ദൈവം എന്നെ അങ്ങ് എടുക്കുന്നത് നല്ലതെന്ന് തിരിച്ചറിഞ്ഞതായ ഏലിയാബ് പറയുക, ഞാൻ കുലത്തിൽ ചെറുതാണ്, പിതാക്കന്മാരിൽ ഞാൻ ചെറുതാണ്, ഞാൻ എളിയവനാണ്. എൻ്റെ നിലവിളി ദൈവം കേട്ട് എൻ്റെ പ്രാണനെ എടുക്കണമേ. കണ്ടോ? അപ്പൊ നിലവിളി കേൾക്കുന്ന ഒരു ദൈവം. പക്ഷെ ദൈവം എന്ത് ചെയ്തില്ല? അവന്റെ പ്രാണനെ എടുത്തില്ല. ഏലിയാവിന് വേണ്ടി ദൂതനെ ഇറക്കി അടയും വെള്ളവും കൊണ്ട് കൊടുത്തിട്ട്, എഴുന്നേക്കും മോനെ, നിനക്ക് ദൂരയാത്രയുണ്ട് എന്ന് പറഞ്ഞ് തട്ടി വിളിച്ച് എഴുന്നേൽപ്പിച്ച് ദൂരയാത്ര ചെയ്യിപ്പിച്ച് പിന്നീട് അനേക പ്രവാചകന്മാരെ, പുരോഹിതന്മാരെ അഭിഷേകം ചെയ്യാൻ ഏലിയാവിനെ ദൈവം ഉപയോഗിച്ചെങ്കിൽ, എളിയവനെ കൈവിടാത്തൊരു ദൈവമുണ്ട്, എളിയവനെ ഉപേക്ഷിക്കാത്തൊരു ദൈവമുണ്ട്. ഇന്ന് രാവിലെ നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയാണ് വെല്ലുവിളി ഉയർന്നു വരുന്നത്? ഒരിക്കൽ കൂടെ ഞാൻ പറയാം, നിങ്ങളുടെ പ്രാണന് വിരോധമായി, നിങ്ങളുടെ ജോലിക്ക് വിരോധമായി, നിങ്ങളുടെ ഭാവിക്ക് വിരോധമായി, നിങ്ങളുടെ തലമുറയ്ക്ക് വിരോധമായി എഴുന്നേറ്റ് നിൽക്കുന്ന ശത്രുവിന്റെ ചില തീയമ്പുകളുടെ നടുവിൽ, ശത്രുവിന്റെ ചില തന്ത്രങ്ങളുടെ നടുവിൽ, അവനുണ്ടാക്കുന്ന ചില കുതന്ത്രങ്ങളുടെ നടുവിൽ നിന്നെ ജയാളിയാക്കുന്ന, ജയവീരനാക്കുന്ന, ശക്തീകരിക്കുന്ന, കൃപ പകരുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്നു എന്ന് ഞാൻ ആത്മമണ്ഡലത്തിൽ എൻ്റെ ജനത്തോട് ഞാൻ ദൂത് പറയുകയാണ്. അതുകൊണ്ട് എളിയവരെ ആദരിക്കുന്ന ദൈവം നിന്നെ സകല കഷ്ടങ്ങളിൽ നിന്നും വിടുവിക്കും. അതുകൊണ്ട് കഷ്ടം അനുഭവിക്കുന്നവരെ നിരാശപ്പെടേണ്ട. ഈ കഷ്ടതയെ ഞാൻ തകർന്നു പോകുന്നു പറയരുത്. ഈ കഷ്ടത എന്നെ തകർക്കാനാണ്, എന്നെ ശവപ്പെട്ടിക്കകത്ത് വെക്കാനാണെന്ന് പറയരുത്. ഈ കഷ്ടതയ്ക്കകത്തു ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. മനുഷ്യന്റെ ജീവിതത്തിൽ കഷ്ടത ആദ്യമേ വരുന്നത് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിലാണ്. തിന്നരുതെന്ന് പറഞ്ഞ വൃക്ഷത്തിന്റെ ഫലം ഔവ തിന്നിട്ട് ആദാമിനും പറിച്ചു കൊടുത്തപ്പോൾ, അവർ ഇരുവരും അത് തിന്നപ്പോൾ സാത്താന്റെ കെണിയിൽ അകപ്പെട്ട കാരണത്താൽ യഹോവയായ ദൈവം വെയിലാറിയ സമയത്ത് തോട്ടത്തിൽ വന്നിട്ട് പുരുഷനെ ശപിച്ചു, സ്ത്രീയെ ശപിച്ചു, ഭൂമിയെ ശപിച്ചു, പാമ്പിനെ ശപിച്ചു. ആ ശാപത്താലാണ് ഭൂമിയിൽ കഷ്ടത എന്ന് പറയുന്ന ഒരു കാര്യം വന്നത്. സ്ത്രീയോട് പറഞ്ഞു, വേദനയോടുകൂടെ നീ മക്കളെ എന്ത് ചെയ്യും? പ്രസവിക്കും. ഒരു കഷ്ടതയാണ്. പുരുഷനോട് പറഞ്ഞു, വേർപ്പൊഴുക്കി നീ ഭക്ഷിക്കും. അതൊരു കഷ്ടതയാണ്. നോക്കിക്കേ, കഷ്ടത എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ദൈവം ഈ ഭൂമി കൊണ്ടുവന്നിട്ടില്ല. ആദമിനും ഔവ്വായിക്കും ദൈവം കഷ്ടകാലം എന്ന് പറയുന്നൊരു കാലം കൊടുത്തിട്ടില്ല. കഷ്ടത അവന് കൊടുത്തിട്ടില്ല. അവർക്ക് കൊടുത്തത് തേജസ്സാണ്. ഈ ഭൂമിയിൽ നിൽക്കുവാൻ ദൈവത്തിന്റെ തേജസ്സാണ് ആദമിന്റെ ഔവ്വയുടെ മേലും പകർന്നത്. പക്ഷെ 3-ാം അധ്യായത്തിൽ തെറ്റിപ്പോയപ്പോൾ, വ്യവസ്ഥ വിട്ടുപോയപ്പോൾ, ദൈവകൽപ്പന മറികടന്നു പോയപ്പോൾ, അവർ പ്രതീക്ഷിക്കാത്ത കഷ്ടതകൾ അവരുടെ ജീവിതത്തിൽ കടന്നു വന്നു. അവർ തോട്ടത്തിന്റെ പുറത്തു പോകേണ്ടി വന്നു. അപ്പോൾ മനുഷ്യന്റെ ജീവിതത്തിൽ ആദ്യത്തെ കഷ്ടത എന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകത്തെ 3-ാം അധ്യായത്തിലാണ്. എന്നാൽ പഴയ നിയമം വിട്ട് പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ ഒരു ക്രിസ്തു ഭക്തൻ കഷ്ടതയെ കാണുന്നത് മറ്റൊരു ധ്രുവത്തിലാണ്. കഷ്ടത എനിക്ക് വന്നത് ഏറെ ധനമായി എന്ന് പറയുന്നു. കഷ്ടത പൗലോസ് പഠിപ്പിക്കുന്നത് ദൈവത്തിങ്കലേക്ക് അടുക്കാനുള്ള ഒരു നൂൽപ്പാലമാണ് കഷ്ടത എന്ന് പറഞ്ഞാൽ, ഇക്കരെ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് 6 അക്കരെ പോകണമെങ്കിൽ എന്തു വേണം? ഒരു പാലം വേണം. പാലമില്ലെങ്കിൽ അക്കരെ നടന്നു പോകാനായിട്ട് പറ്റില്ല. നടന്നു പോകണമെങ്കിൽ പാലം വേണം. എന്നതുപോലെ ഇക്കരെ നിൽക്കുന്ന നമുക്ക് ദൈവത്തിങ്കിലേക്ക് അടുക്കുവാൻ ദൈവം വെച്ചിരിക്കുന്ന ഒരു മാനദണ്ഡമാണ് കഷ്ടത. പക്ഷെ ആ കഷ്ടതയെ നമ്മൾ ജയിച്ചാൽ, ആ പാലത്തെ നമ്മൾ ജയിച്ച് ഓവർകം ചെയ്ത് അക്കരെ കയറിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. എന്നതുപോലെ ജീവിതത്തിൽ കയറി വരുന്ന ഏത് കഷ്ടതകളെയും ജയിക്കുവാൻ നമ്മൾ തയ്യാറാണെങ്കിൽ
പാലം കയറി അക്കരയ്ക്ക് പോകുന്നത് പോലെ ഈ പ്രതിസന്ധിയെ, ഇന്ന് നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഈ പ്രതിസന്ധിയെ, വേദനയെ നിങ്ങൾ തരണം ചെയ്ത് അക്കരെ നിങ്ങൾ കയറണം. അങ്ങനെ നിങ്ങൾ അക്കരെ കയറി കഴിയുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ പറയുന്നത്, കഷ്ടത എനിക്കേറെ ധനമായി എന്ന് പറയുന്നത്. റോമാലേഖനം 5-ാം അധ്യായം 3-ാം വാക്യം മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ക്രിസ്തു ഭക്തൻ കഷ്ടതയിൽ തളരില്ല, കഷ്ടതയെ പ്രശംസിക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. ആ വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. കഷ്ടങ്ങളിൽ എന്ത് ചെയ്യുന്നു? ഒരു ക്രിസ്തു ഭക്തൻ പ്രശംസിക്കുന്നു. നമുക്ക് കഷ്ടത വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? തൂങ്ങിച്ചാകാൻ പോകും അല്ലേ? കഷ്ടത വരുമ്പോൾ നമ്മളെന്തോ ആഗ്രഹിക്കുന്നത്? എങ്ങനെയെങ്കിലും ഞാൻ ചത്താൽ മതി എന്നുള്ള ചിന്തയാണ്. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഈ തലയെടുത്തോണ്ട് അങ്ങ് പോയാൽ മതിയായിരുന്നു, എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നേ, ഈ കഷ്ടത സഹിച്ച് എത്ര നാളായി, എന്തിനാ ഇങ്ങനെ ദൈവം വെച്ചേക്കുന്നേ ചോദിക്കുന്നത് കേട്ടിട്ടില്ലേ? എന്നാൽ നീ ഒരു ദൈവവൈതലാണെങ്കിൽ ആ വക കാര്യങ്ങൾ ദൈവത്തോട് ചോദിക്കരുത്. പകരം പൗലോസ് അപ്പോസ്തലൻ റോമിലെ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പറഞ്ഞതുപോലെ നാമും പറയണം. എന്താ പറയേണ്ടത്? പ്രത്യാശ ഉളവാക്കുന്നതാണ്. വാക്കിങ്ങനെ, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശ ഉളവാക്കുന്നു എന്നറിഞ്ഞ് എന്ത് ചെയ്യണം? നാം കഷ്ടതയിലും പ്രശംസിക്കണം. അപ്പം കഷ്ടതയിൽ എന്ത് ചെയ്യണം? പ്രശംസിക്കണം. ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്തെ, എൻ്റെ പ്രിയ സഹോദരി, സഹോദര, മാതാവേ, പിതാവേ, കുഞ്ഞെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയാത്ത ഒരു കഷ്ടത നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങളെ കഷ്ടതയെ പിറുപിറുക്കരുത്. ദൈവത്തോട് പറയണം, ഇതെനിക്ക് സഹിക്കാനുള്ള കൃപ എനിക്ക് തരണം. പൗലോസിന്റെ ജീവിതത്തിൽ എന്തുണ്ടായിരുന്നു? ഒരു കഷ്ടതയുണ്ടായിരുന്നു. ബൈബിൾ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ശൂലമുണ്ടായിരുന്നു. ദൈവത്തിന്റെ അടുക്കൽ ചെന്ന്, കർത്താവായ യേശുവിന്റെ അടുക്കൽ ചെന്ന് പൗലോസ് പറഞ്ഞു, ഇതൊന്ന് നീക്കിത്തരണം. യേശു കർത്താവ് എന്താ പറഞ്ഞത്? എൻ്റെ കൃപ നിനക്ക് മതി. അത് ബലഹീനതയിൽ തികഞ്ഞു വരുന്ന, കഷ്ടതയിൽ തികഞ്ഞു വരുന്നതാണ്. എന്ത്? കൃപ. ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ കഷ്ടത നമ്മുടെ ഒരു കൂടപ്പിറപ്പ് പോലെ നമ്മുടെ കൂടെ കാണും. കാരണം നമ്മൾ ഈ മണ്ണിൽ നിന്ന് എടുത്തവരാണ്. ഈ സാത്താൻ അധീനമായ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കഷ്ടത മാറണമെങ്കിൽ കർത്താവ് വന്ന് നമ്മെ എടുത്തുകൊണ്ട് പോയി അവൻ്റെ പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും, അല്ലെങ്കിൽ അവനോടുകൂടെ നമ്മെ ചേർക്കുമ്പോഴാണ് നമ്മുടെ കഷ്ടത മാറുന്നത്. വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞ അവിടെ കഷ്ടതയില്ല, കണ്ണുനീരില്ല, മുറവിളിയില്ല, കരച്ചിലില്ല, പല്ലുകടിയില്ല, ഇരുട്ടില്ല, നീതിസൂനായ ക്രിസ്തു തന്നെ വെളിച്ചമായിരിക്കുന്നു. വായിച്ചിട്ടില്ലേ വെളിപ്പാട് പുസ്തകത്തിൽ? ഇല്ലെങ്കിൽ വെളിപ്പാട് പുസ്തകം 21, 22 വാക്യങ്ങൾ അധ്യായങ്ങൾ നിങ്ങൾ വായിക്കണം. അപ്പൊ ഈ ലോകത്തിൽ ഒരു ക്രിസ്തു ഭക്തന് കഷ്ടതയുണ്ട്. ആ കഷ്ടത മാറണമെങ്കിൽ കർത്താവ് നമ്മെ വന്ന് ഈ ശരീരത്തിൽ നമ്മൾ രൂപാന്തരപ്പെട്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിലെ കഷ്ടത മാറൂ, നമ്മുടെ ജീവിതത്തിലെ രോഗങ്ങൾ മാറൂ, നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ മാറും. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ക്ഷയമുണ്ടാകും, മാലിന്യമുണ്ടാകും, വാട്ടമുണ്ടാകും, ക്യാൻസർ ഉണ്ടാകും, പ്ലേഗ് ഉണ്ടാകും, ചിക്കൻ ഗുനിയ വരും, ബ്രെയിൻ ട്യൂമർ വരും, എല്ലാം വരും. സ്വന്തം വീട്ടിൽ നിന്ന് യുദ്ധം വരും, നാട്ടിൽ നിന്ന് യുദ്ധം വരും, സഭയിൽ നിന്ന് യുദ്ധം വരും, ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്നും പ്രശ്നങ്ങൾ വരും. ഉടപ്പിറപ്പുകൾ പോലും കൈവിടും, അപ്പൻ പോലും ഉപേക്ഷിക്കും. അമ്മ പറയും ഇങ്ങനൊരു മോളില്ലെന്ന് പറയും, സഹോദരങ്ങൾ പറയും ഇങ്ങനെ ഒരുത്തൻ എനിക്കില്ല എന്ന് പറയും. ഭാരപ്പെടരുത്, ഇത് ഈ ലോകത്തിലെ സഹജമാണ്. പക്ഷേ ഇത് വിട്ടുപിരിയുന്ന ഒരു കാലം നമുക്കുണ്ട്. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, നാം കഷ്ടതയിൽ എന്ത് ചെയ്യണം? പ്രശംസിക്കണം, സന്തോഷിക്കണം. സന്തോഷിക്കണം, നമ്മൾ സന്തോഷിക്കണം. ദൈവസന്നിധി കഷ്ടത ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമായി മാറും. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും കഷ്ടം അനുഭവിച്ച ദൈവമക്കളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തിനേറെ പറയണം, ഇവിടെ വരെ നമ്മൾ എത്തിയത് കഷ്ടതയിൽ കൂടെ അല്ലേ? എന്നോട് നിങ്ങൾ ചോദിക്കൂ, 100 കണക്കിന് കരളലിയിക്കുന്ന കഥകൾ ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ഇരുന്ന് കരയും ഞാൻ കടന്നുപോയ കഷ്ടതകൾ നിങ്ങളോട് പറഞ്ഞാൽ. ഇനി എന്തിനാ നിങ്ങളോട് തന്നെ നിങ്ങൾ ചോദിക്കൂ, അല്ലെങ്കിൽ ഒന്ന് തിരിഞ്ഞു നോക്കൂ. നിങ്ങളുടെ പുറകിലെ അധ്യായങ്ങളും ഒരു പുസ്തകം തുറന്നു നോക്കുന്ന പോലെ നിങ്ങൾ തുറന്നു നോക്കൂ. എന്തെല്ലാം കഷ്ടതയിൽ കൂടെ നിങ്ങൾ കടന്നു വന്നേ. ഇന്നല്ലേ അല്പം ആശ്വാസമായത്, ഇന്നല്ലേ നല്ല ആഹാരങ്ങൾ കഴിക്കാൻ തുടങ്ങിയത്, ഇന്നല്ലേ മക്കളുമായി സ്വസ്ഥതയോടെ ജീവിക്കാൻ തുടങ്ങിയത്. പക്ഷെ ഇതിനു മുമ്പ് നിനക്കൊരു കഷ്ടതയുടെ പീരീഡ് ഉണ്ടായിരുന്നു. അവിടുന്ന് ഇവിടെ വരെ കൊണ്ടുവന്ന ദൈവത്തിന്
നിന്റെ ഇന്നത്തെ സ്ഥിതിക്കും വ്യത്യാസം വരുത്താൻ കഴിയും പ്രിയരെ. അതുകൊണ്ട് ഇവിടെ പറയുകയാണ്, കഷ്ടതയെ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രശംസിക്കണം. യാക്കോബിൻ ലേഖനത്തിൽ 1-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ അവിടെ എഴുതിയിരിക്കുന്നത് വിവിധ കഷ്ടതയിൽ സന്തോഷിക്കണം. ഒന്ന് പ്രശംസിക്കണം എന്ന് പറയുമ്പോൾ വിവിധ കഷ്ടതയിൽ എന്ത് ചെയ്യണം? സന്തോഷിക്കണം. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 6 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പറയുന്നു, ഒന്നിനെക്കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യരുത്? വിചാരപ്പെടരുത്. സകലതും സ്തോത്രത്തോടെ ദൈവസന്നിധി അർപ്പിക്കുക, അത് കർത്താവ് നിങ്ങൾക്ക് നൽകിത്തരും. ഒന്നിനെക്കുറിച്ചും, ഒരു കഷ്ടതയെക്കുറിച്ചും നിങ്ങൾ എന്ത് ചെയ്യരുത്? നിരാശപ്പെടരുത്. നാളെ എന്താകും? ഭാരപ്പെടരുത്. എൻ്റെ കുഞ്ഞുങ്ങൾ എങ്ങനെ പഠിക്കും? നിരാശപ്പെടരുത്. എന്ത് കഴിക്കും? എന്തുടുക്കും? നിരാശപ്പെടരുത്. ഒന്നിനെക്കുറിച്ച് നിങ്ങൾ ഭാരപ്പെടേണ്ട. കഷ്ടത ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അത് നീക്കിത്തരാൻ നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ആ കഷ്ടതയിൽ നമ്മെ വിടുവിക്കും. നമ്മുടെ സ്ഥിതികൾക്ക് ദൈവം വ്യത്യാസം വരുത്തും. കഷ്ടതയില്ലാത്തൊരു ഭവനം നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കുന്നുണ്ട്. കഷ്ടതയില്ലാത്തൊരു രാജ്യം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്. കഷ്ടതയില്ലാത്ത ഒരു പുത്തൻ അനുഭവം നമുക്ക് ദൈവം തരും പ്രിയരെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടോട് ഞാൻ പറയാ, സകല കഷ്ടങ്ങളിൽ നിന്നും നിങ്ങളെ വിടുവിക്കുവാൻ, കഷ്ടങ്ങൾ നീക്കുവാൻ സർവശക്തൻ ഇന്നും ജീവിക്കുന്നു. ഉറപ്പും ധൈര്യവും പ്രാപിച്ച് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നിങ്ങൾ നോക്കുക. അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഈ കഷ്ടതയിൽ പിടിച്ചു നിൽക്കാൻ എനിക്ക് കൃപ വേണമേ, ഈ കഷ്ടതയിൽ നിലനിൽക്കാൻ എനിക്ക് ശക്തി വേണമേ. എത്ര പേർ പ്രാർത്ഥിക്കുന്നു? എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കൂ. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യും. കർത്താവേ, ഞാൻ ആ വചനം വെച്ച് നിൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കഷ്ടത ഞങ്ങളുടെ ജീവിതത്തിൽ ഇത് പ്രശംസയാകട്ടെ, പ്രത്യാശയാകട്ടെ. കർത്താവേ, കഷ്ടത ഞങ്ങളുടെ ജീവിതത്തിൽ വിവിധ കഷ്ടങ്ങൾ വരുമ്പോൾ ഞങ്ങൾ സന്തോഷിക്കുന്നവരാകട്ടെ. ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞതുപോലെ, ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടാതെ സകലതും സ്തോത്രത്തോടെ അങ്ങയോട് അർപ്പിക്കുവാനും സമർപ്പിക്കാനും ഞാൻ കൃപ തരണമേ. ഈ മക്കളെ കർത്താവിൻ്റെ കരങ്ങളിൽ തരും. കൃപയിൽ വരെ മറയ്ക്കണം. സ്ഥിതികൾക്ക് വ്യത്യാസം വരുത്തണം. ബന്ധനങ്ങളെ അഴിക്കണം. കെട്ടുകളെ പൊട്ടിക്കണം. ഈ കുടുംബത്തെ കർത്താവ് മാനിക്കണം. പുതുവഴികളെ തുറക്കണം. കർത്താവിൻ്റെ സന്നിധിയിൽ ഇവരെ ഏൽപ്പിക്കും. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ധൈര്യമായിട്ടിരിക്കൂ. ഒരിക്കലും ഈ കഷ്ടത നിങ്ങളെ തകർക്കാനല്ല, നിങ്ങളെ കർത്താവിലേക്ക് അടുപ്പിച്ച് നിർത്താനാണ്. അതുകൊണ്ട് ഇന്നത്തെ കഷ്ടതയിൽ നിങ്ങൾക്ക് നിലനിൽക്കാൻ ദൈവം കൃപ തരും. ദൈവം അതിനെ പരിഹരിച്ചു തരും. അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കൂ, ഉറപ്പോടെ ഇരിക്കൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.